നമസ്കാരം, ഇത് IBN മലയാളം. 8 ദിവസം കൊണ്ട് 350 കോടി. ചാവ എന്ന ഹിന്ദി ചിത്രം കോടികൾ വരുമാനം നേടി കുതിക്കുകയാണ്. ശിവാജി മഹാരാജിന്റെ മകനായ സാംബാജി മഹാരാജും ക്രൂരനായ ഔറംഗസീബ് ചക്രവർത്തിയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിന്റെ കഥയാണിത്. ഇതിൽ കണ്ണിച്ചോരയില്ലാത്ത ഔറംഗസീബ് ചക്രവർത്തിയായി പ്രത്യക്ഷപ്പെട്ട അക്ഷയ് ഖന്ന ആ കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. ഔറംഗസീബിന്റെ നിർദ്ദയത്വം പൂർണ്ണമായും സ്ക്രീനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് ഈ സിനിമയുടെ ഒരു പ്രധാന വിജയം തന്നെ. കാരണം ആ ക്രൂരതകൾ കണ്ടാണ് മറാത്തക്കാരായ ജനം മുഴുവൻ തിയേറ്ററുകളിൽ കണ്ണീർ വാഴ്ത്തത്. എന്തൊക്കെ പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ടും കരയാത്ത സാംബാജി മഹാരാജ്, കഴിവിൽ കെട്ടി മുറിവേറ്റ ശരീരത്തിൽ ഉപ്പ് തേച്ചിട്ടും സാംബാജി മഹാരാജ് കരഞ്ഞില്ലെന്ന് ഭൃത്യൻ ഔറംഗസീബിനെ അറിയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരിയുന്ന ക്രൂരഭാവം കൃത്യമായാണ് അക്ഷയ് ഖന്ന സ്ക്രീനിൽ പകർത്തിയത്. സാംബാജിയുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുകയും കൈയും കാലും വെട്ടിമാറ്റുന്നു, നഖം പിഴുതെടുക്കുന്നു. എന്നിട്ടും സാംബാജി കരഞ്ഞില്ല എന്നാണ് പടനായകൻ ഔറംഗസീബിനോട് പറയുന്നത്. അപ്പോൾ ഔറംഗസീബ് നേരിട്ട് സാംബാജിയുടെ അടുത്ത് ചെന്ന്, നീ മതം മാറി എൻ്റെ മതത്തിൽ ചേരൂ, അപ്പോൾ ഈ പീഡനത്തിൽ നിന്നും മോചിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അക്ഷയ് ഖന്നയുടെ പ്രകടനം അപാരമാണ്. ഇതിനു മറുപടിയായി ഔറംഗസേബിനോട് സാംബാജി പറയുന്നു, നീ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കൂ, നീ മതം പോലും മാറേണ്ട. ഇതിനുശേഷമാണ് ഔറംഗസീബ് സാംബാജി മഹാരാജാവിന്റെ നാവ് പിഴുതെടുക്കുന്നത്. ഇവിടെയെല്ലാം അക്ഷയ് ഖന്ന നടനെന്ന നിലയിൽ കണ്ണുകളിലെയും മുഖത്തെയും ഭാവപ്രകടനങ്ങളും ചെരിഞ്ഞ നടപ്പും കൊണ്ട് ഔറംഗസേബിന് ജീവൻ നൽകുകയായിരുന്നു അക്ഷയ് ഖന്ന. കമനീയ വേഷങ്ങളൊന്നും ഇതിൽ ഔറംഗസേബിനില്ല. മിക്കവാറും സമയം ഒരേ വസ്ത്രം തന്നെയാണ് ഔറംഗസീബ് ധരിച്ചിരുന്നത്. അധിക സമയവും സിംഹാസനത്തിൽ കിടക്കുകയാണ് ഔറംഗസീബ് ചെയ്യുന്നത്. എന്നിട്ടും പ്രേക്ഷകരുടെ ഉള്ളിൽ ഞെട്ടലുണ്ടാക്കുന്ന ഭീതിയിലാണ് അക്ഷയ് ഖന്ന ആ ക്രൂരനായ മുഗൾ ചക്രവർത്തിയെ അവതരിപ്പിക്കുന്നത്. എന്തായാലും 2025 ഇതാ അക്ഷയ് ഖന്നയ്ക്ക് വീണ്ടും ഒരു ഹിറ്റ് ലഭിച്ചിരിക്കുന്നു. അതാണ് ചാവയിലെ ഔറംഗസീബ്. പക്ഷേ കേരളത്തിൽ ചാവ എന്നൊരു പേര് പോലും കേൾക്കാനില്ല. മുഗൾ ചക്രവർത്തിമാരുടെ ക്രൂരതകൾ ലോകമറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. അവർ മഹാന്മാരായി ചിത്രീകരിക്കുന്ന പല മുഗൾ രാജാക്കന്മാരും ക്രൂരതയുടെ പര്യായങ്ങളായിരുന്നു. മുഗൾ ഭരണത്തിന്റെ പേരിൽ ചെയ്തു കൂട്ടിയ ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. പക്ഷെ അത് കേരളത്തിൽ അവരൊക്കെ മഹാന്മാരാണ്. ഈ മഹാന്മാരുടെ ദുഷ്ടചരിത്രം ലോകമറിയുന്നതിനോട്, കേരളം അറിയുന്നതിനോട് ഇവർ താല്പര്യപ്പെടുന്നുമില്ല. സിനിമാ ലോകം കൈയടക്കി വെച്ചിരിക്കുന്ന മട്ടാഞ്ചേരി മാഫിയയെ ഭയക്കുന്നവരാണ് കേരളത്തിലെ തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും സംവിധായകരും ബഹുഭൂരിപക്ഷം നടീനടന്മാരുമൊക്കെ. അതുകൊണ്ട് തന്നെ ചരിത്ര പശ്ചാത്തലമുള്ള പല സിനിമകളും നമുക്ക് കേരളീയർക്ക് കാണാൻ പറ്റാതെ പോകുന്നു. എത്ര കാലം തുടരും? പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, കാലം മാറിയിരിക്കുന്നു. മട്ടാഞ്ചേരി മാഫിയയോടും അവരുടെ കൂടെ നിൽക്കുന്ന സിനിമാ പ്രവർത്തകരോടും പറയാനുള്ളത്, ചരിത്രത്തെ ഏറെക്കാലം മറച്ചുവെക്കാൻ ആകില്ല. ജനങ്ങൾക്ക് മുമ്പിൽ അത് അനാവരണം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. BJPയോടും RSSനോടും വിരോധമെന്ന പേരിൽ പല ചരിത്ര സത്യങ്ങളെയും മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഈ ചിത്രം അതിനെയെല്ലാം മറികടന്ന് കോടികളുടെ കളക്ഷനുമായി മുന്നോട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് IBN മലയാളം.